നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഇസഡ് ട്രാൻസ്ഫോം. ഇത് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ്. ഇത് പ്രീവിയസ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ എ റേസ് ടു എൻ യു ഓഫ് എൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് ചോദിക്കുമ്പോൾ യൂസിങ് പ്രോപ്പർട്ടീസ് എന്ന് അതിനകത്ത് സ്പെസിഫൈ ചെയ്ത് പറയണമെന്നില്ല. So find the Z transform of x of n is equal to n a raised to n u of n. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് അത് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം അത് ഏത് ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അത് പ്രോപ്പർട്ടീസ് നന്നായിട്ട് പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. സോ നമുക്ക് ഈ പ്രോബ്ലംസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. സോ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ ഇൻവേഴ്സ് ഇപ്പം സ്റ്റാൻഡേർഡായിട്ട് വരുന്ന കുറച്ച് ഇൻവേഴ്സ് റിലേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതായത് ഫസ്റ്റ് വൺ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഇത് തന്നെയാണ് 1/1 മൈനസ് എ ഇസഡ് റേസ് ടു മൈനസ് 1. സോ 1/1 മൈനസ് എ ഇസഡ് റേസ് ടു മൈനസ് 1 അല്ലെങ്കിൽ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. അതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. ഇനി പ്ലസ് എ ആണ് വരുന്നതെങ്കിൽ ഇസഡ് ബൈ ഇസഡ് പ്ലസ് എ ആണെങ്കിൽ മൈനസ് എ ദ ഓൾ റേസ് ടു എൻ യു ഓഫ് എൻ. ആ എക്ക് പകരം മൈനസ് എ കൊടുത്തിട്ട് അത് പഠിച്ചു വെക്കണം. ദെൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ആണെങ്കിൽ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 യു ഓഫ് എൻ. അപ്പോൾ ഇവിടെ ഒരു എൻ എ റേസ് ടു എൻ മൈനസ് 1 യു ഓഫ് എൻ. ഈ ഫോമിലാണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ എന്ന് വരുന്നത്. വീണ്ടും അത് പ്ലസ് എ ആണെങ്കിൽ ഇവിടെ മൈനസ് എ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണം, ഈ നമ്മൾ രണ്ടാമത്തെ കേസിൽ പറഞ്ഞതുപോലെ. ദെൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ദ ഹോൾ ക്യൂ ഫോമിലാണെങ്കിൽ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 2 യു ഓഫ് എൻ ബൈ 2 ഫാക്ടോറിയൽ. ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1 പകരം ഇവിടെ എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 2 യു ഓഫ് എൻ ബൈ 2 ഫാക്ടോറിയൽ. ഇവിടെ 1 ഫാക്ടോറിയലാണ്, ഇവിടെ 2 ഫാക്ടോറിയൽ. ദെൻ നമുക്ക് ഓൾ റേസ് ടു 4 ആണെങ്കിൽ ഇതേപോലെ നമുക്ക് എഴുതാൻ പറ്റും എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 എ റേസ് ടു എൻ മൈനസ് 3 യു ഓഫ് എൻ ബൈ 3 ഫാക്ടോറിയൽ. സോ നമുക്ക് 4 റേസ് ടു 4 റേസ് ടു 5 ഏത് ടേം വേണമെങ്കിലും. അപ്പോൾ 2-3 റിലേഷൻസ് സ്ക്വയറിൻ്റെ ക്യൂബിൻ്റെ ഇതുപോലുള്ള റിലേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് വരുന്ന റിലേഷൻ ഇസഡ് ബൈ ഇസഡ് മൈനസ് എ ഇസഡ് മൈനസ് എ ദ ഹോൾ സ്ക്വയർ ഹോൾ ക്യൂബ്, ഈ റിലേഷൻസ് ഒക്കെ അറിഞ്ഞിരിക്കണം. ദെൻ ചില കേസസിൽ 1 ബൈ ഇസഡ് മൈനസ് എ ഈ ഫോമിലും വരാറുണ്ട്. 1 ബൈ ഇസഡ് മൈനസ് എ എ റേസ് ടു എൻ മൈനസ് 1 യു ഓഫ് എൻ മൈനസ് 1. സോ ഇതാണ് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട. അപ്പോൾ ഇനിയുള്ള അനാലിസിസ് ഒക്കെ ചെയ്യാൻ നമുക്ക് ഈ ഒരു സ്റ്റാൻഡേർഡ് റിലേഷൻസ്, അപ്പോൾ ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ചെയ്യാനൊക്കെ നമുക്ക് ഈ റിലേഷൻസ് അറിഞ്ഞിരിക്കണം. സോ ഇത് പഠിച്ചു വെക്കണം. സോ ഇനി നമുക്ക് അല്ലെങ്കിൽ ഇതിൻ്റെ തിരിച്ചുള്ള കേസസ് പറഞ്ഞിരിക്കണം. എ റേസ് ടു എൻ യു ഓഫ് എൻ ഇൻ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. സോ ഈ രീതിയിൽ നമുക്ക് എല്ലാ റിലേഷൻസും നമുക്ക് പഠിക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്കിവിടെ ഒരു റിലേഷനും കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. വെരി 6th വൺ, യു ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം. യു ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ആണ്. കാരണം ഇവിടെ നമുക്ക് എക്ക് 1 കൊടുക്കാമെങ്കിൽ 1 കൊടുക്കുകയാണെങ്കിൽ 1 റേസ് ടു എൻ എന്ന് പറയുന്നത് 1 തന്നെയാണ് യു ഓഫ് എൻ എന്ന് വരും. സോ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ആണ്, അതിൻ്റെ ഇൻവേഴ്സ് യു ഓഫ് എൻ ആണ്. അല്ലെങ്കിൽ യു ഓഫ് എന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 ആണ്. സോ ഇതും നമുക്ക് പഠിക്കാവുന്നതാണ്. ദെൻ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് എൻ ഈക്വൽ ടു എൻ എ റേസ് ടു എൻ യു ഓഫ് എൻ. സോ ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സോ എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ എ റേസ് ടു എൻ യു ഓഫ് എൻ. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട് എൻ എക്സ് ഓഫ് എൻ, ഇങ്ങനൊരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഇഫ് എക്സ് ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം ഈസ് എക്സ് ഓഫ് ഇസഡ്, ദെൻ എൻ എക്സ് ഓഫ് എൻ ഇസഡ് ട്രാൻസ്ഫോം ഈസ് മൈനസ് ഇസഡ് ഇൻറ്റു ഡി എക്സ് ഓഫ് ഇസഡ് ബൈ ഡി ഇസഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. സോ ഈ പ്രോപ്പർട്ടിയെ നമ്മൾ ഡിഫറൻഷിയേഷൻ ഇൻ ഇസഡ് ഡൊമൈൻ പ്രോപ്പർട്ടി എന്ന് പറയും. ഡിഫറൻഷിയേഷൻ ഇൻ ഇസഡ് ഡൊമൈൻ. സോ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇവിടെ എക്സ് ഓഫ് എൻ ഈക്വൽ ടു എന്നും പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. എക്സ് ഓഫ് എൻ ഈ എക്സ് ഓഫ് എനുമായിട്ട് റിലേറ്റ് ചെയ്യണ്ട.
ഈ തന്നേക്കുന്ന ഫംഗ്ഷൻ n(a) of n-ൽ ഞാൻ x of n ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിഗ്നൽ a(u) of n ആണ്. സോ നമുക്കവിടെ ഒരു നോൺ എലമെൻറ്റ് കാണും a(u) of n. സോ ഇതാണ് ഈ x of n കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ a(u) of n-ൻ്റെ അതായത് x of n-ൻ്റെ z ട്രാൻസ്ഫോം x of z ആണെങ്കിൽ a(u) of n-ൻ്റെ z ട്രാൻസ്ഫോം നമ്മളിവിടെ പഠിച്ചിരുന്നു. ഇവിടെ ഇൻവേഴ്സിനകത്ത് പറഞ്ഞിരുന്നു a(u) of n-ൻ്റെ z ട്രാൻസ്ഫോം z/z - a ആണ്. സോ അപ്പോൾ നമുക്കിവിടെ എഴുതാം a(u) of n z ട്രാൻസ്ഫോം ഈസ് z/z - a അല്ലെങ്കിൽ 1/1 - az(-1). സോ നമ്മൾ ആ ഇസഡിൻ്റെ ആ ഒരു പോസിറ്റീവ് പവറിലാണ് നമ്മളെപ്പോഴും റെപ്രസെൻ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. സോ a(u) of n-ൻ്റെത് z/z - a ആണ് a(u) of n-ൻ്റെത്. സോ a(u) of n നമുക്ക് കിട്ടിയത്. സോ നമുക്ക് എഴുതാം n(a)(u) of n. സോ x of n-ൻ്റെത് x of z ആണെങ്കിൽ n(x of n) എന്തായിരിക്കും? -z ഇൻറ്റു d/dz of x of z. x of z എന്ന് പറയുന്നത് z/z - a ആണ്. സോ ഇതാണ് x of n, ഇത് x of z. n(x of n) ഈക്വൽ ടു -z ഇൻറ്റു d/dz of z/z - a. ഇനി ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. -z ഇൻറ്റു ഇത് ഡെറിവേറ്റീവ് u/v ഫോമിലാണ്. ദറ്റ് ഈസ് ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതായത് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 1 - 0 അഗെയിൻ 1 തന്നെ വരും ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ z - a ദ ഹോൾ സ്ക്വയർ. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് -z ഇൻറ്റു z - a മൈനസ് z ബൈ z - a ദ ഹോൾ സ്ക്വയർ. സോ ഇതിൽ നിന്നും -z ഇൻറ്റു ഈ z ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഇസ് -a ബൈ z - a ദ ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, which is equal to az by z minus a the whole square. സോ ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. സോ a ഇൻറ്റു z ബൈ z മൈനസ് a ദ ഹോൾ സ്ക്വയർ. ഇതാണ് n(a)(u) of n-ൻ്റെ z ട്രാൻസ്ഫോം. സോ ഡിഫറൻഷിയേഷൻ ഇൻ, സോ ഈ പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആ പ്രോപ്പർട്ടിയും കൂടെ എഴുതിയേക്കണം. യൂസിങ് ഡിഫറൻഷിയേഷൻ ഇൻ z domain property. Differentiation in z domain property. So this is the property used. Then next question, find the z transform of a(n) sin omega naught n u of n. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇതും നമ്മളൊരു പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടിയാണ്, സ്കെയിലിംഗ് പ്രോപ്പർട്ടി. സ്കെയിലിംഗ് ഇൻ z ഡൊമൈൻ, ആ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. സോ ഇവിടെ യൂസ് ചെയ്യുന്ന പ്രോപ്പർട്ടി സ്കെയിലിംഗ് ഇൻ z ഡൊമൈൻ. അപ്പോൾ ആ പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് x of n z ട്രാൻസ്ഫോം x of z, then a(n) x of n z ട്രാൻസ്ഫോം ഈസ് x of z by a. അപ്പോൾ ഇവിടെ നമ്മൾ x of n ആയിട്ട് കൺസിഡർ ചെയ്യാൻ പോകുന്നത് sin omega naught n u of n ആണ്. ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്തിട്ട് നമ്മൾ a(n) x of n അതിൻ്റെ z ട്രാൻസ്ഫോം ഡിറ്റർമിൻ ചെയ്യും. സോ നമ്മൾ ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത് z ട്രാൻസ്ഫോം ഓഫ് sin omega naught n u of n. സോ ഇതിൻ്റെ z ട്രാൻസ്ഫോം ആണ് ഡിറ്റർമിൻ ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു z ട്രാൻസ്ഫോം ഓഫ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് e⁻j⍵0n മൈനസ് e⁻j⍵0n ബൈ 2j എന്ന് എഴുതാം. ഇൻറ്റു u of n വരും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു z ട്രാൻസ്ഫോം ഓഫ്, അപ്പോൾ ഇതിനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 1/2j കോൺസ്റ്റൻ്റ് ആണ്.
So 1 by 2j the whole into z transform of e raised to j omega naught n u of n minus z transform of e raised to minus j omega naught n u of n. So ഈ രീതിയിൽ നമ്മൾ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. So this is equal to 1 by 2j. So 1 by 2j ഇത് നമുക്ക് a raised to n u of n ഫോമിൽ എഴുതാം. ഇവിടെ a എന്ന് പറയുന്നത് e raised to j omega naught ആയിട്ട് എടുക്കാം. അപ്പോൾ a raised to n u of n ആണ്. a raised to n u of n z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് z by z മൈനസ് a ആണ്. ഇവിടെ a ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് e raised to j omega naught ആണ്. സോ ആ രീതിയിൽ നമുക്കത് എഴുതാം. മൈനസ് ഇതിൻ്റെയും അതുപോലെ തന്നെ z by ഇവിടെ നോക്കുവാണെങ്കിൽ z a raised to n u of n ഫോമിലാണ്. ദാറ്റ് ഈസ് z മൈനസ് z by z മൈനസ് a എന്ന് പറയുന്നത് e raised to മൈനസ് j omega naught ആണ്. സോ നമുക്കിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യുവാണ്. സോ 1 by 2j ഇൻറ്റു നമ്മളിവിടെ LCM എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ z ഇൻറ്റു ഈ ടേം z സ്ക്വയർ minus z e raised to minus j omega naught minus z square plus z e raised to j omega naught the whole divided by this into this. So z square minus z e raised to minus j omega naught minus z e raised to j omega naught plus e raised to j omega naught e raised to minus j omega naught 1 ആണ്. സോ ഇങ്ങനെ കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു 1 by 2j അപ്പോൺ z സ്ക്വയർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇവിടുന്ന് z നമ്മൾ കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ e raised to j omega naught മൈനസ് e raised to minus j omega naught ബൈ ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു z സ്ക്വയർ ഉണ്ട്. സോ 1 പ്ലസ് z സ്ക്വയർ ഇൻറ്റു ദെൻ ഈ രണ്ട് ടേമിൽ നിന്ന് ഒരു മൈനസ് z കോമൺ ആയിട്ട് എടുക്കുവാണെങ്കിൽ e raised to j omega naught മൈനസ് e raised to പ്ലസ് e raised to മൈനസ് j omega naught എന്ന് കിട്ടും. ദെൻ ദിസ് ഈസ് ഈക്വൽ ടു 1 by 2j z ഇൻറ്റു e raised to j തീറ്റ നമ്മൾ സൈൻ തീറ്റ പഠിച്ചിട്ടുണ്ട്. സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു e raised to so sin theta can be written as e raised to j theta e raised to minus j theta by 2j. സോ ഇവിടെ ഈ ഒരു 1 by 2j ഇവിടേക്ക് എടുക്കുകയാണെങ്കിൽ e raised to j theta minus raised to by 2j എന്ന് വരും. അതിനെ നമുക്കങ്ങ് സൈൻ തീറ്റ എന്ന് എഴുതാം. അതായത് സൈൻ ഒമേഗ നോട്ട് എന്ന് അതിനെ നമുക്ക് എഴുതാം. ബൈ ഇവിടെ ഒരു 1 പ്ലസ് z സ്ക്വയർ ഉണ്ട് മൈനസ് ഇവിടെ ഒരു 2 e raised cos തീറ്റ ഫോമിൽ എഴുതാം. cos തീറ്റ ഈസ് ഈക്വൽ ടു e raised to j theta പ്ലസ് e raised to minus j theta by 2. സോ ഇതിനെ 2 cos തീറ്റ എന്ന് എഴുതാം. സോ ഇവിടെ നമുക്ക് 2z cos ഒമേഗ നോട്ട് എന്ന് നമുക്ക് കിട്ടും. സോ നമ്മളങ്ങനെ സൈൻ തീറ്റ അല്ലെങ്കിൽ a raised to n നമ്മുടെ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ഒരു ടേമിൻ്റെ z ട്രാൻസ്ഫോം കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് സൈൻ ഒമേഗ നോട്ട് എൻ യു ഓഫ് എൻ. ഇതിൻ്റെ z ട്രാൻസ്ഫോം അതാണ് 1 by 2j upon z sin omega naught by 1 plus z square minus 2z cos omega naught. സോ അത് ഡിറ്റർമിൻ ചെയ്തു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a raised to n sin omega naught n u of n ഇതിൻ്റെ z ട്രാൻസ്ഫോം ആണ്. അതെന്ന് പറയുന്നത് ഇത് x of n, ഇത് x of z. സോ a raised to n x of n എന്ന് പറയുന്നത് x of z by a ആണ്. സോ ഈ x of z ടേമിനകത്ത് z ടേമിനെ z by a ആണ് ഇവിടെ a raised to n. അപ്പം z by a വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുക. സോ ആൻസർ എന്ന് പറയുന്നത് 1 by 2j ഇൻറ്റു
z by a sine omega naught by 1 plus z by a the whole square minus 2z by a cos omega naught. ഇങ്ങനായിരിക്കും നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. സോ ഈ രീതിയിൽ വേണം ഈ പ്രോബ്ലം ചെയ്യാൻ. സോ ഇവിടെ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന പ്രോപ്പർട്ടി യൂസിങ് സ്കെയിലിംഗ് പ്രോപ്പർട്ടി ഓഫ് സ്കെയിലിംഗ് ഇൻ യൂസിങ് സ്കെയിലിംഗ് ഇൻ z ഡൊമൈൻ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിയാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്ന. ആ പ്രോപ്പർട്ടി എന്താണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ആൻസറിൻ്റെ കൂടെ എഴുതിയിരിക്കണം. ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിറ്റർമിൻ ദ സിഗ്നൽ എക്സ് ഓഫ് എൻ ഹൂസ് ഇസഡ് ട്രാൻസ്ഫോം. അപ്പോൾ എക്സ് ഓഫ് ഇസഡ് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കുക. സോ ഇതെന്ന് പറയുന്നത് ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻവേഴ്സ് എക്സ് ഓഫ് ഇസഡിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്, അപ്പോൾ പലതവണ യൂണിവേഴ്സിറ്റിക്ക് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. റിപ്പീറ്റഡ് ആയിട്ട് 1-2 തവണ യൂണിവേഴ്സിറ്റി 2015 സ്കീമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇൻവേഴ്സ് എക്സ് ഓഫ് എൻ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടുന്ന് ഡയറക്റ്റ് ഇൻവേഴ്സ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. സോ ഈ ഇക്വേഷനെ, അതായത് എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു ലോഗ് 1 പ്ലസ് എ ഇസഡ് റേസ് ടു -1. സോ ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ്. ഡിഫറൻഷ്യേറ്റിംഗ് with respect to z. So dx of z by dz is equal to, so ഇത് log x എന്ന് പറയുന്നത് 1 by x ആണ്, that is 1 plus az raised to -1 into inner derivative എടുക്കുമ്പോൾ az raised to -1ൻ്റെ inner derivative ആണ്. z-ൻ്റെ ടേമിൻ്റെ inner derivative എടുക്കണം, അതായത് -1 into a, that is minus a into z raised to -2. x raised to n ഫോമിലാണ്, nx raised to n - 1. ആ ഫോമിൽ നമ്മളിതിൻ്റെ ഡെറിവേറ്റീവ് എടുത്തു. ദെൻ ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഇവിടെ dx of z by dz, അപ്പോൾ ഞാനിവിടെ ഒരു -s മൾട്ടിപ്ലൈ ബോത്ത് സൈഡ്സ് ബൈ -z. ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ചിട്ടുള്ളൊരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്ന് എക്സ് ഓഫ് എൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. സോ രണ്ട് സൈഡിലും ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -z ഇൻറ്റു dx of z by dz ഈക്വൽ ടു 1 by 1 പ്ലസ് az raised to -1. ഇത് ചെയ്യുമ്പോൾ az raised to -2 ഇൻറ്റു -z. സോ ഇങ്ങനെ കിട്ടും. ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ ചെയ്യുമ്പോൾ -az raised to -1 എന്ന് നമുക്ക് കിട്ടും ബൈ 1 പ്ലസ് az raised to -1. ഇതാണ് -z ഇൻറ്റു dx of z by dz. സോ ഇവിടെ നമ്മൾ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുവാണ്. ടേക്കിംഗ് ഇൻവേഴ്സ്. സോ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി, സോ യൂസിങ് ഡിഫറൻഷിയേഷൻ ഇൻ z ട്രാൻസ്ഫോം, ഡിഫറൻഷിയേഷൻ in z domain property, that is if x of n z transform x of z, then nx of n, ഇതാണ് ആ പ്രോപ്പർട്ടി. x of n into z transform minus z into dx of z by dz. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് nx of n ആണ്. സോ ടേക്കിംഗ് ഇൻവേഴ്സ് വി വിൽ ഗെറ്റ് nx of n. ലെഫ്റ്റ് സൈഡിൽ ഇൻവേഴ്സ് എടുക്കുമ്പോൾ nx of n എന്ന് കിട്ടും. ഇവിടെ നമുക്ക് ഇൻവേഴ്സ് എടുക്കണം, അതായത് ഇൻവേഴ്സ് is a transform of minus az raised to -1 by 1 plus az raised to -1.
സോ ഇതിൻ്റെ ഇൻവേഴ്സും രണ്ട് സൈഡിൽ ഇൻവേഴ്സ് ഡിറ്റർമിൻ ചെയ്യുവാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് ഇസ് എ ട്രാൻസ്ഫോം ഓഫ്. സോ ഇവിടെ ഞാൻ അതിനെ ഈ ഇസഡിൻ്റെ പവറിനെ അങ്ങ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി രണ്ട് സൈഡിൽ ഞാൻ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ മൈനസ് എ വരും, കാരണം ഇസഡ് കൊണ്ട് ഇത് 1 ആയി പോകും. ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് പ്ലസ് എ എന്നും വരും. സോ മൈനസ് എ ഇൻറ്റു ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് 1/z പ്ലസ് എ. സോ ഇവിടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോമിൻ്റെ റിലേഷൻസ്. അതിൽ ഈ ഒരു റിലേഷൻ 1/z മൈനസ് എ ഇൻവേഴ്സ് എ റേസ് ടു n മൈനസ് 1 u ഓഫ് n മൈനസ് 1 ആണ്. അങ്ങനെയാണെങ്കിൽ z പ്ലസ് എ വരുവാണെങ്കിൽ മൈനസ് എ റേസ് ടു n മൈനസ് 1 u ഓഫ് n മൈനസ് 1. സോ അത് വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ ഇതിൻ്റെ ഇൻവേഴ്സ് നമ്മൾ എഴുതുമ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു ഇതിൻ്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത് മൈനസ് എ റേസ് ടു n മൈനസ് 1 u ഓഫ് n മൈനസ് 1. ഇതാണ് n എക്സ് ഓഫ് n. സോ ഇവിടെ നമുക്ക് എഴുതാം റെഫർ ദ ടേബിൾ ഓഫ് ഇൻവേഴ്സ് ഇസഡ് ട്രാൻസ്ഫോം. സോ ആ ഒരു ടേബിൾ നിങ്ങൾ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇവിടെ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എക്സ് ഓഫ് എൻ ആണ്. സോ വി ക്യാൻ റൈറ്റ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു ഇവിടെ n ഒരു 1/n ആയിട്ട് എഴുതാം, 1/n ഇൻറ്റു മൈനസ് എ റേസ് ടു n മൈനസ് 1 u ഓഫ് n മൈനസ് 1. ഈ രീതിയിൽ നമുക്ക് ആൻസർ കിട്ടും. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടെ സോൾവ് ചെയ്തൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഈ രീതിയിലാണ് നമ്മൾ എക്സ് ഓഫ് എൻ കണ്ടുപിടിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. ദെൻ നമുക്ക് ഇനി മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫൈൻഡ് ദ ഇസഡ് ട്രാൻസ്ഫോം എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1/2 n സ്ക്വയർ പ്ലസ് n 1/3 the all raised to n minus 1 u of n minus 1. സോ ഞാൻ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുവാണ്. ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 1/2 ഇൻറ്റു n സ്ക്വയർ ഇൻറ്റു 1/3 the all raised to n minus 1 u of n minus 1 പ്ലസ് 1/2 ഇൻറ്റു n ഇൻറ്റു 1/3 the all raised to n minus 1 u of n minus 1. സോ ഇത് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു. ദെൻ എക്സ് ഓഫ് എന്നിൻ്റെ വാല്യൂ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ദെൻ ഈ ഒരു ഫസ്റ്റ് കമ്പോണൻറ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു കമ്പോണൻറ്റ് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്കൊരു കാര്യം മനസ്സിലാവും. നമുക്കിതിനകത്ത് നമ്മുടെ ആ ഒരു ജനറൽ സിഗ്നലിനെ, നമ്മുടെ ബേസിക് സിഗ്നലിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതായത് ഇതാണ് നമ്മുടെ ബേസിക് സിഗ്നൽ, അതായത് 1/3 the all raised to n u of n. സോ 1/3 the all raised to n u of n ആണ് എൻ്റെ സ്റ്റാൻഡേർഡ് സിഗ്നൽ. സോ ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം a raised to n u of n, ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം നമുക്കറിയാം ഇസഡ് ബൈ ഇസഡ് മൈനസ് എ. ദെൻ ഇവിടെ n സ്ക്വയർ വരുന്നുണ്ട്, ഇവിടെ n വരുന്നുണ്ട്. സോ നമുക്ക് അതിന് മുമ്പായിട്ട് ഇവിടെ n മൈനസ് 1 u ഓഫ് n മൈനസ് 1. സോ ഇവിടെ ഞാൻ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ആണ്. സോ യൂസിങ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി, ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇതാണ് എക്സ് ഓഫ് എൻ, ഇതാണ് എക്സ് ഓഫ് ഇസഡ്. എക്സ് ഓഫ് എൻ മൈനസ് 1, കാരണം നമുക്ക് യു ഓഫ് എൻ മൈനസ് 1 ആണ് വരേണ്ടത്. സോ 1/3 all raised to n minus 1 u of n minus 1. ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് എൻ എക്സ് ഓഫ് ഇസഡ് ആണെങ്കിൽ എക്സ് ഓഫ് എൻ മൈനസ് 1ൻ്റെത് എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഈ വാല്യൂ ആണ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് n നോട്ട്. n നോട്ട് ഇവിടെ 1 ആണ്. നമ്മൾ ടൈം ഷിഫ്റ്റിംഗ് -1 ഷിഫ്റ്റിംഗ് അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എവിടെയൊക്കെ n ഉണ്ടോ അവിടെ എല്ലാം n-1 വെച്ച് റീപ്ലേസ് ചെയ്യണം. ഇവിടെ ഷിഫ്റ്റിംഗ് വാല്യൂ 1 ആണ്. സോ ഇസഡ് റേസ് ടു -1 എക്സ് ഓഫ് ഇസഡ് ഇൻറ്റു ഇസഡ് റേസ് ടു മൈനസ് n നോട്ട് 1 ആണ്. സോ ഞാൻ അങ്ങനെ എഴുതി. സോ ഇതിൻ്റെ ആൻസർ 1/z
മൈനസ് എ എന്ന് കിട്ടും. സോ നമുക്ക് ഇവിടുന്ന് ഇത് കിട്ടി, അതായത് 1/3 the all raised to n minus 1 u of n minus 1ൻ്റെ z ട്രാൻസ്ഫോം 1/z മൈനസ് എ എന്ന് പറയുന്നത് ഇവിടെ 1/3 ആണ്. സോ 1/3, സോ 1/3 z ബൈ, സോ 1/z മൈനസ് 3 എന്ന് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ആ പഠിച്ചിട്ടുള്ള പ്രോപ്പർട്ടി 1/z മൈനസ് എന്ന് പറയുന്നത് a raised to n minus 1 u of n minus 1, അത് ഡയറക്റ്റ് അപ്ലൈ ചെയ്താലും മതി. ദെൻ നമുക്കിവിടെ വേണ്ട അടുത്ത ടേം എന്ന് പറയുന്നത് n x of n ആണ്. സോ നമ്മൾ വീണ്ടും പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ ഇത് x of n, ഇത് x of z. അങ്ങനെയാണെങ്കിൽ n x of n, സോ ഇവിടെ ഞാൻ x of n ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് ഇതാണ്, ഇത് x of n, ഇത് x of z. സോ n x of n എന്ന് പറയുന്നത് മൈനസ് z ഇൻറ്റു, സോ നമുക്ക് ആ പ്രോപ്പർട്ടി അതിന് എഴുതാം. ദെൻ യൂസിങ് differentiation in z domain property, differentiation in z domain property, we can write n into 1/3 the whole raised to n minus 1 u of n minus 1, n x of n. x of n ഇത് x of z ഇതാണെങ്കിൽ we can write minus z into d by dz of x of z. x of z 1/z minus 1/3 ആണ്. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ, സോ this will become minus z into, so 1/x-ൻ്റെത് minus 1/x² ആണ്, ഇൻറ്റു ഇന്നർ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. സോ ഇത് മതി. സോ minus 1/z minus 1/3 the ഓൾ സ്ക്വയർ. സോ ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് z ബൈ z മൈനസ് 1/3 the ഓൾ സ്ക്വയർ. സോ നമുക്കിവിടെ കിട്ടി n ഇൻറ്റു 1/3 the all raised to n minus 1 u of n minus 1. ഇതിൻ്റെ z ട്രാൻസ്ഫോം z ബൈ z മൈനസ് 1/3 the ഓൾ സ്ക്വയർ ആണ്. സോ ഇത് ഇക്വേഷൻ 2. സോ ഞാൻ ഒരു ടേം കണ്ടുപിടിച്ചു, n ഇൻറ്റു 1/3 the whole raised to n minus 1 u of n minus 1. ഈ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഒരു n² ഇൻറ്റു, സോ ഇതിനെ നമ്മൾ വീണ്ടും ആ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ആണ്. അഗെയിൻ അപ്ലൈ ഡിഫറൻഷിയേഷൻ ഇൻ z domain property, differentiation in z domain property. സോ ഇത് x of n, ഇത് x of z. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പോൾ n x of n, n x of n എന്ന് പറയുമ്പോൾ ഇതാണ് n. സോ n 1/3 the all raised to n minus 1 u of n minus 1. ഇതിൻ്റെ z ട്രാൻസ്ഫോം എന്ന് പറയുന്നത് മൈനസ് z ഇൻറ്റു d by dz ഓഫ് z by z മൈനസ് 1/3 the whole square. സോ ഈ രീതിയിൽ വരും. ദാറ്റ് ഈസ് n ഇൻറ്റു n സ്ക്വയർ 1/3 the all raised to n minus 1 u of n minus 1. ഇതിൻ്റെ z ട്രാൻസ്ഫോം മൈനസ് z ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ, അതായത് 1 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു z മൈനസ് 1/3 the whole divided by z മൈനസ് 1/3 the all raised to 4 വരും. സോ ആ u by v ഡിഫറൻഷിയേഷൻ പ്രോപ്പർട്ടി ഡിഫറൻഷിയേഷൻ അത് ചെയ്യുകയാണ്. സോ ദിസ് വിൽ ബിക്കം മൈനസ് z ഇൻറ്റു, ഇവിടെ നമുക്ക് ഒരു z മൈനസ് 1/3 രണ്ടിടത്ത് കോമൺ ആണ്, ഇതുമായിട്ട് ക്യാൻസൽ ചെയ്യാം. സോ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഡിനോമിനേറ്ററിൽ z മൈനസ് 1/3 the whole ക്യൂബ് വരും.
ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു z മൈനസ് 1/3 ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 2z വരും. ദെൻ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ z മൈനസ് z എന്ന് പറയുമ്പോൾ z മൈനസ് 2z മൈനസ് z ആണ്. സോ മൈനസ് z ഇൻറ്റു മൈനസ് z മൈനസ് 1/3 by z മൈനസ് 1/3 the whole cube എന്ന് കിട്ടും. ആൻഡ് ഇതിനെ ഒരു മൈനസ് കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇത് പ്ലസ് ആവും. z ഇൻറ്റു z പ്ലസ് 1/3 by z മൈനസ് 1/3 the whole cube എന്ന് കിട്ടും. സോ നമ്മൾ ഇത് ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. സോ യൂസിങ് 2 and 3 using 2 and 3 the z transform of equation 1 becomes z transform of equation 1 becomes x of n into z transform. X of z is equal to, so 1/2 into z transform of this. So നമുക്ക് നോക്കാം 1/2 into z transform of അതാണ് നമ്മൾ ഇക്വേഷൻ 3 ആയിട്ട് കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന വാല്യൂ. സോ ഇത് കിട്ടും, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. z ഇൻറ്റു z പ്ലസ് 1/3 by z മൈനസ് 1/3 the whole cube. സോ ഫസ്റ്റ് ടേമിൻ്റെ വാല്യൂ നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. സോ ഇത് നമ്മൾ ഡിറ്റർമിൻ ചെയ്തു. പ്ലസ് 1/2 ഇൻറ്റു z ട്രാൻസ്ഫോം ഓഫ് ഈ വാല്യൂ പ്ലസ് 1/2 ഇൻറ്റു z ട്രാൻസ്ഫോം ഓഫ് ആ വാല്യൂ ആണ് നമ്മൾ ഇക്വേഷൻ 2 ആയിട്ട് ഡിറ്റർമിൻ ചെയ്തത്. z ബൈ z മൈനസ് 1/3 z ബൈ z മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ. സോ അതാണ് ഇക്വേഷൻ 2 ആയിട്ട് ഡിറ്റർമിൻ ചെയ്തത്. ഈ രീതിയിലാണത് സോൾവ് ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് ദ ഫൈനൽ ആൻസർ. തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ രണ്ട് സ്പ്ലിറ്റ് ചെയ്ത് സെപ്പറേറ്റ് നമ്മൾ സോൾവ് ചെയ്തു. സോ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഇത് ചെയ്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.